ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയും വലിയ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതുണ്ടാകുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ കണക്ക് കൂട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഞങ്ങളുടെ കണക്കിലുള്ളത്. കാരണം അത്ര നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തി. ഒരു ടീമായിട്ട് നിന്ന് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. നല്ല നിലയിലെ ബൂത്ത് തലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടു. എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഒന്ന്, ഞങ്ങളുടെ പ്രവർത്തനം മികച്ചതായിരുന്നു. രണ്ട്, ഞങ്ങളിൽ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് നിന്നു. അതിനൊക്കെല്ലാം അപ്പുറത്ത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ ജനവികാരം ആണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് പ്രതിഫലിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. വലിയൊരു കുറവൊന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം വോട്ടർ പട്ടികയിൽ ഉള്ളതിൽ നല്ലൊരു ശതമാനം വോട്ടർമാർ ചെറുപ്പക്കാരാണ്. അവർ വിദേശത്തും മറ്റുമാണ്, സ്ഥലത്തില്ല. ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടർമാരെല്ലാം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്കിത് വലിയ വാശിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ശ്രീ തോമസ് ചാഴിക്കാടിനെ വിജയിപ്പിച്ചത്. ഞങ്ങളോടൊരു യുഡിഎഫിന്റെ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നിന്ന സ്ഥാനാർത്ഥിയായിരുന്നു തോമസ് ചാഴിക്കാടൻ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ LDFിലേക്ക് പോയിരിക്കുന്നു. അത് മാത്രമല്ല, LDFിന്റെ സ്ഥാനത്ത് നിന്ന ആളാണ് ഫൈനാൻഷ്യൽ ജോലി. അപ്പം അങ്ങനെ ഒരു നിലയിൽ വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യ മത്സരം, അതായത് കെ മാണി സാർ അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ EM ജോർജിൻ, അതുപോലെയുള്ള ഒരു പാരമ്പര്യ മത്സരമാണ് വോട്ട് നടന്നുള്ളത്, ആളുകളുടെ സംസാരമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു റോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. കോൺഗ്രസിൽ പല ആളും വോട്ട് ചെയ്തിട്ടില്ല ഒരു സംസാരം ജനമതിൽ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒന്നാമൻ വരെയായിട്ടുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയാണ് ഭൂരിപക്ഷവും. എല്ലാ സ്ഥലങ്ങളിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചെയർമാൻ. അവിടം തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്തിലെ പ്രവർത്തകർ വരെ ഭൂരിപക്ഷവും കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇത് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധിയായിട്ടാണ്. ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റ ടീമായിട്ടാണ് നിന്നത്. ഞങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങളുടെ മുന്നണിക്കകത്തുണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുന്നണിക്കകത്തെ ചെറുതും വലുതുമായ സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ചത് വ്യക്തിപരമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊന്നും മുന്നണിയെ ബാധിച്ചിട്ടില്ല. അത് ഒരു തരത്തിലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. അത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആര് പറഞ്ഞു? നിങ്ങൾ കാണാഞ്ഞിട്ടായിരിക്കും. ഞങ്ങളുടെ ആളുകളിൽ ഉണ്ടായിരുന്നു. അവിടെ വേറെ ആരാ ഉണ്ടായിരുന്നേ? അവിടെ ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാ? ഞങ്ങളല്ലേ. അങ്ങാപ്പുറം LDFിന് ആളില്ലാതിരുന്നേ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. LDFിനാണ് ആളില്ലാതിരുന്നത്. അവിടെയാണ്, ആ ക്യാമ്പായിരുന്നു മൗനമായിട്ട് നിന്ന്. അവർ ഞങ്ങളുടെ ഈ ആഘോഷം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർക്കൊരാവേശവുമില്ലായിരുന്നു. അവരുടെ നേതാക്കന്മാരാരെങ്കിലും പങ്കെടുത്തോ? ഞങ്ങളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസി ജോസഫും ആ കുട്ടിക്കലാശത്തിൻ്റെ ആദ്യ അവസാനം വരെ ഉണ്ടായിരുന്നു. മറിച്ച് അങ്ങാ ഭാഗത്ത് ജോസ് കെ മാണി എന്താ വരാതിരുന്നേ? VN വാസവൻ എന്താ വരാതിരുന്നേ? അപ്പം അവർക്ക് ഈ തോൽവി അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാണം കെടാൻ കഴിയാത്തതുകൊണ്ടാണ് അവരവിടെ വരാതിരുന്നത്. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ വന്നേനെയും. അവർക്ക് ആളും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഒരനക്കവും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിക്കും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം എന്ന് പറയുമ്പം അത് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമല്ലോ.
വിജയപ്രതീക്ഷ അല്ലല്ലോ, ഭൂരിപക്ഷത്തിൻ്റെ വർധനവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടി, പിന്നീട് ചാഴിക്കാണ്ട് ഇപ്പുറത്ത് 18 ഇക്കുറി 20 സാധ്യത. ഇക്കുറി കേരളത്തിലെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. 20 സീറ്റിൽ എവിടെയാണ് UDF പുറകിലുള്ളത്? ഏത് സീറ്റിലാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ UDF സ്ഥാനാർത്ഥികളുടെ മികച്ച പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികൾ ചെല്ലുന്നിടത്തല്ലേ ആളുള്ളത്. UDFിനല്ലേ ആളുകളുടെ പിന്തുണ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 20 സീറ്റും ജയിക്കും, 20 സീറ്റും ചരിത്രമാണ്. ആര് പറഞ്ഞു? ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ വളരെ കൃത്യമായി, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഭവന സന്ദർശനമാണ്. വോട്ടർമാരെ നേരിക്കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. അതൊക്കെ എത്ര ഭംഗിയായിട്ട് ഞങ്ങളുടെ ഈ പ്രാവശ്യം നടന്നു. എനിക്ക് തോന്നുന്നത് മുമ്പൊരിക്കലും ഇത്രയും ഒരു ആവേശത്തോടു കൂടി പ്രവർത്തകർ ഭവന സന്ദർശനം നടത്താനൊന്നും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 3 റൗണ്ട് വളരെ കൃത്യമായിട്ട് ഭവന സന്ദർശനം നടന്നു. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലും അതോടൊപ്പം തന്നെ നല്ല ഇലക്ഷൻ പ്രവർത്തനം നടത്തിയ ആത്മാഭിമാനത്തിലുമാണ് ഞങ്ങൾ നിൽക്കുന്നത്.